ഇതിൽ പ്രൊജക്ഷൻ അങ്ങ് മാറ്റിയത്. ഇതിൽ സ്പീക്കർ വ്യൂ കാണിച്ചു, അല്ലെങ്കിൽ ഏതാ सभी हम बाकी सबको देखिए गैलरी व्यू ना. പത്രോസിന്റെ 1 2 ലേഖനങ്ങൾ വളരെ ഈടുറ്റതാണ്. पत्रस का पहला और दूसरा जो पत्रिकाएं हैं बहुत गंभीर हैं. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ പൗലോസിന്റെ ലേഖനങ്ങളെക്കാൾ എനിക്ക് ആഴമുള്ളതായിട്ട് തോന്നുന്നത് പത്രോസിന്റെ ലേഖനങ്ങളാണ്. पिछले एक बार जैसे मैंने आपको बताया था, मुझे पौलुस की पत्रिकाओं से बहुत गंभीर मुझे पत्रस की पत्रिकाएं लगता है. പൗലോസ് വിദ്യാസമ്പന്നനായിരുന്നു. पौलुस बहुत बड़ा ज्ञानी था. വെളിപ്പാടുകളുടെ ആധിക്യമുള്ള മനുഷ്യനായിരുന്നു. बहुत सारा दर्शन को प्राप्त किया था. എന്നാൽ പത്രോസ് അങ്ങനെയൊന്നും അല്ല. लेकिन पत्रस ऐसा नहीं है. പഠിപ്പില്ലാത്ത വ്യക്തി, वो अनपढ़ था. സാധാരണ സാമാന്യരായ വ്യക്തികളിൽ ഒരുവനായിരുന്നു. एक साधारण सा व्यक्ति था. അങ്ങനെയുള്ള ഒരുവൻ ഇത്രമാത്രം ആഴത്തിൽ എഴുതിയിരിക്കുന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ऐसा एक साधारण सा व्यक्ति इतने गंभीर बातों को लिखे हैं, वो मुझे आश्चर्यचकित करता है. പൗലോസിന്റെ ലേഖനങ്ങളെല്ലാം ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെയോ സഭയെയോ സംബോധന ചെയ്യുന്നതാണ്. पौलुस के सारे पत्रिकाएं कोई न कोई कलीसिया या कोई व्यक्ति को संबोधित करता है. എന്നാൽ പത്രോസിന്റെ ലേഖനങ്ങൾ അങ്ങനെയല്ല. लेकिन पत्रस का पत्रिकाएं ऐसा नहीं है. അതുകൊണ്ട് അത് ജനറൽ എപ്പിസിൽ അല്ലെങ്കിൽ കാത്തോലിക് എപ്പിസിൽ എന്നാണ് അറിയപ്പെടുന്നത്. इसलिए उसे आम साधारण या साधारण करके साधारण पत्रिका करके, यानी सबके लिए लागू होता है, ऐसा पत्रिका है. ഈ യോഹന്നാന്റെയും യാക്കോബിന്റെയും പത്രോസിന്റെയും ലേഖനങ്ങളെ പൊതുവെ പൊതുലേഖനങ്ങൾ, ജനറൽ എപ്പിസിൽസ്, കാത്തലിക് എപ്പിസിൽസ് എന്നാണ് വിളിക്കാറ്. यूहन्ना, पत्रस और याकूब, हाँ, याकूब के पत्रिकाओं को जनरल एपिस्टल्स या सामान्य सबके लिए लागू हो ऐसा पत्रिका करके मानते हैं. പൊതുവിലുള്ളവരെ സംബോധന ചെയ്യുന്നതാണത്. साधारण में सभी लोगों को वो संबोधित करता है. ഈ പത്രോസിന്റെ ലേഖനങ്ങൾ നാം വായിച്ച് പഠിക്കാൻ തുടങ്ങിയാൽ ഒത്തിരി വിഷയങ്ങൾ വളരെ ആഴത്തിൽ പറഞ്ഞിട്ടുണ്ട്. अगर पत्रस का पत्रिका को हम पढ़ना चाहें तो बहुत सारे विषयों को बहुत स्पष्ट होकर और बहुत गहराई में बताए हैं. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ നമുക്ക് ഞായറാഴ്ച അല്ലാതെ വേറെ ഏതെങ്കിലും ദിവസങ്ങളും കൂടെ ഒരുമിച്ച് കൂടാൻ ഇതുപോലെ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ऐसे मैं कई बार आपको पहले भी बोला हूँ, इतवार के दिन के अलावा और कोई दिन भी एक और बार हम इकट्ठा हो पाते तो ये सारी बातों के लिए अच्छा था. സ്തോത്രം. അല്പകാര്യങ്ങൾ ഈ ലേഖനത്തിൽ നിന്നും നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. कुछ बातों को इस पत्रिका से आपके साथ मैं सामने रखना चाहता हूँ. നമുക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും, പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം യേശുക്രിസ്തു കഴിഞ്ഞാൽ പറയപ്പെട്ടിട്ടുള്ള വ്യക്തി ആരാണെന്ന്. हम अच्छे से जानते होंगे कि नए नियम में यीशु मसीह के बाद सबसे ज्यादा जिसके बारे में उल्लेख किया है वो व्यक्ति कौन है? ആരായിരിക്കും? എന്തോ അല്ല, പത്രോസ. वो पत्रस है. 210 times 210 പ്രാവശ്യം പത്രോസിന്റെ പേര് പുതിയ നിയമത്തിലുണ്ട്. 210 बार पत्रस का नाम नए नियम में लिखा है. But only 162 times Paul is mentioned. लेकिन प्रेरित पौलुस का नाम 162 बार ही उल्लेख किया है. ബാക്കിയുള്ള മുഴുവൻ അപ്പോസ്തലന്മാരെയും കൂടെ ഒരുമിച്ചെടുത്താലും 142 142 പ്രാവശ്യമുള്ളൂ. बाकी सारे प्रेरितों को एक साथ लेने से भी उन सबका नाम एक साथ गिने तो 142 बार लिखा है. സ്തോത്രം. ഇപ്പൊ കണ്ടോ? अब आप समझ रहे हैं? സാമാന്യനും പഠിപ്പില്ലാത്തവനുമായ പത്രോസിനെ കുറിച്ച് പുതിയ നിയമത്തിൽ പൗലോസിനേക്കാളുമൊക്കെ
ഒത്തിരി കൂടുതലായി എഴുതി വെച്ചിരിക്കുന്നത്. साधारण और अनपढ़ पत्रस के बारे में नए नियम में पौलुस से भी कई ज्यादा बार उल्लेख किया है. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ 12 അപ്പോസ്തലന്മാരിൽ 3 പേർ നമുക്ക് പുസ്തകം എഴുതി തന്നിട്ടുണ്ട്. यीशु मसीह के जो 12 चेले थे उसमें से 3 जनों ने हमें पत्रिका लिखे हैं. മത്തായി, പത്രോസ്, യോഹന്നാൻ. मत्ती, पत्रस और यूहन्ना. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. പത്രോസ് അപ്പോസ്തലൻ നമുക്ക് ഈ ലേഖനത്തിനകത്ത് പ്രധാനമായും പറഞ്ഞു തരുന്ന വിഷയം സഫറിങ്, കഷ്ടത എന്നുള്ളതാണ്. प्रेरित पौलुस इस पत्रिका के दौरान हमें सबसे ज्यादा कष्टों के बारे में सिखाता है. 16 പ്രാവശ്യമാണ് സഫറിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 16 बार उन्होंने कष्टों के बारे में लिखा है. അതിൽ 6 പ്രാവശ്യം ക്രിസ്തുവിന്റെ കഷ്ടങ്ങളെ കുറിച്ചും 10 പ്രാവശ്യം ക്രിസ്ത്യാനിയുടെ കഷ്ടങ്ങളെ കുറിച്ചുമാണ്. उसमें भी 6 बार मसीह के कष्टों के बारे में और 10 बार मसीही लोगों का जो कष्ट है उसके बारे में लिखा है. സ്തോത്രം. നമുക്കറിയാം യോഹന്നാനെ വിളിക്കുന്നത് ദി അപ്പോസ്റ്റൽ ഓഫ് ലവ്, സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നാണ്. हम ये जानते हैं कि प्रेरित यूहन्ना को प्रेम का प्रेरित करके कहते हैं. പത്രോസിനെ വിളിക്കുന്നതോ ഓഫ് ഹോപ്പ്, അപ്പോസ്റ്റൽ ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ അപ്പോസ്തലൻ ആണ് പത്രോസ്. और पत्रस को आशा का जो प्रेरित है करके हम कहते हैं. പൗലോസിനെയോ पौलुस को അപ്പോസ്റ്റൽ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ അപ്പോസ്തലൻ. विश्वास का जो प्रेरित करके पौलुस के बारे में कहते हैं. യാക്കോബിന്റെ നമുക്കറിയായിരിക്കുമല്ലോ. याकूब के बारे में हम जानते होंगे. Come on please. James is called the apostle of deeds. പ്രവർത്തികളുടെ അപ്പോസ്തലൻ എന്നാണ് യാക്കോബിനെ വിളിക്കുന്നത്. कार्यों का जो प्रेरित करके याकूब के बारे में कहते हैं. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പ്രത്യാശയുടെ അപ്പോസ്തലനാണ്. पत्रस आशा का प्रेरित है. അതുപോലെ തന്നെ ഈ ലേഖനത്തിനകത്ത് പത്രോസ് ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാന പ്രയോഗമാണ് ഗ്രേസ്, കൃപ എന്നുള്ളത്. दूसरा जो एक बात पत्रस इस पत्रिका में बार बार लिखते हैं उसके वो है अनुग्रह. ഏതാണ്ട് 6 പ്രാവശ്യമാണ് കൃപ കൃപ എന്ന് പത്രോസ് എഴുതുന്നത്. 6 बार पत्रस अनुग्रह करके लिखा है. ഒരുപക്ഷേ പത്രോസിന്റെ അവസാന നാളുകളിൽ താൻ എഴുതിയ ലേഖനങ്ങളാണ് രണ്ടും. शायद पत्रस अपने जीवन के जो अंतिम दिनों में ये पत्रिकाएं लिखे हैं. യേശു കർത്താവ് യോഹന്നാൻ 21:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസിനെ ഒരു കാര്യം ഭരമേൽപ്പിക്കുന്നുണ്ട്. यीशु मसीह ने यूहन्ना की अध्याय का 15 वचन से 17वां वचन में पत्रस के हाथ में कुछ बातों को सौंपता है. എന്താണ് പത്രോസിനെ ഏൽപ്പിച്ചത്? पत्रस को क्या सौंपा गया था? ഫീഡ് മൈ ഷീപ്പ്, ടെൻഡർ മൈ ഷീപ്പ്, എന്റെ കുഞ്ഞാടുകളെ മേയിക്കുക. मेरे बेड़ों को चराना. യേശുക്രിസ്തുവിന്റെ കുഞ്ഞാടുകളെ മേയിക്കുന്നതിനുള്ള ഒരു ഇടയവൃത്തിയുടെ പാസ്റ്ററൽ മിനിസ്ട്രി, ഇടയവൃത്തിയുടെ ശുശ്രൂഷ ഈ പത്രോസിനെ കർത്താവ് അവിടെ ഭരമേൽപ്പിക്കുന്നുണ്ട്. यीशु मसीह के बेड़ों को उनको चराने का जो चरवाहे का या पास्टर का जो सेवकाई है वो यीशु मसीह ने पत्रस को सौंपा था. പലപ്പോഴും സഭകളെ നമ്മൾ പാസ്റ്റേഴ്സിന്റെയും നേതാക്കന്മാരുടെയും പേരിലാണ് അറിയുന്നത്. कई बार कलीसियाओं को भी पास्टरों के नाम से या कई नेताओं के नाम से हम जानते हैं. അത് തെറ്റാണ്. वो बिल्कुल गलत है. ഒരു സമയത്ത് ഞാനും പറയാമായിരുന്നു എന്റെ സഭ എന്നൊക്കെ. एक समय मैं भी ऐसे कहता था कि मेरी कलीसिया, എന്റെ വിശ്വാസി എന്നൊക്കെ പറയുമായിരുന്നു ഞാൻ. मेरे विश्वासी. പിന്നീട് അതിന്റെ ഫോലി, അതിന്റെ ഭോഷത്വം എനിക്ക് മനസ്സിലായത്. कुछ समय पश्चात मुझे उसके बेवकूफी के बारे में समझ आया. എന്റെ സഭയും നിങ്ങൾ എന്റെ വിശ്വാസികളും അല്ല.
आप लोग मेरी कलीसिया और मेरे विश्वासी नहीं हैं। ദൈവസഭ ക്രിസ്തുവിൻ്റെതാണ്. परमेश्वर की कलीसिया मसीह की कलीसिया है। സ്തോത്രം. നാം ക്രിസ്തുവിന്റെ വിശ്വാസികളാണ്. हम मसीह के विश्वासी हैं। നാം യേശുവിന്റെ ശിഷ്യരാണ്. हम यीशु मसीह के चेले हैं। സ്തോത്രം. ഒരു വാക്യം അതുമായി ബന്ധപ്പെട്ട് വായിച്ചിട്ട് മടങ്ങി ഇവിടേക്ക് വരാം. इसके लिए हम एक वचन को पढ़ के फिर से यहाँ लौट आएंगे। പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ മൂപ്പന്മാരോട് പറഞ്ഞൊരു കാര്യമാണ്. प्रेरित पौलुस ने इफिसुस की जो पुरखाएं हैं उनको ये बात कहा था. പൗലോസിന്റെ യാത്രയയപ്പ് യോഗത്തിൽ വെച്ച് पौलुस अपने यात्रा में निकलने से पहले जो फेयरवेल मीटिंग में फेयरवेल मीटिंग में विदाई समारोह में जो कहा था. एक्ट्स 20:28 प्रेरितों का काम 28 का 20वां वचन 20 का 28 वचन. ദൈവത്തിൻ്റെ സഭ എന്നിട്ട് പറയുന്നു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ദൈവം സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭ. इधर परमेश्वर की कलीसिया करके कहते हैं और फिर ऐसे कहते हैं जिसे उसने अपने लहू से मोल लिया है. ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവത്തിൻ്റെ സഭയാണ് ദൈവസഭ. നാം परमेश्वर की कलीसिया या हम जो हैं वो मसीह ने अपने लहू से मोल लिया हुआ मसीह की कलीसिया है. അതുകൊണ്ട് ഇത് നമ്മുടെ ആരുടെയും സഭയല്ല, ദൈവത്തിൻ്റെ സഭയാണ്. യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരുമാണ്. इसीलिए ये हमारा किसी का भी कलीसिया नहीं है, परमेश्वर की कलीसिया है जो मसीह के लहू से मोल लिया गया है. അതുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം പത്രോസിനോട് പറഞ്ഞു, ടെൻഡ് മൈ ഷീപ്പ് ഓർ ഫീഡ് മൈ ഷീപ്പ് ഓർ പാസ്റ്റർ മൈ ഷീപ്പ്. इसीलिए ही यीशु मसीह ने पुनरुत्थान के पश्चात पत्रस से यूं कहा कि मेरे भेड़ों को चराई कराओ. സ്തോത്രം. അതനുസരിച്ച് പത്രോസ് ഇവിടെ ഒരു മൂപ്പനായിട്ട്, മൂപ്പൻ മീൻസ് എൽഡർലി പാസ്റ്ററായിട്ട് ഈ ലേഖനങ്ങൾ എഴുതി തരികയാണ് സഭയ്ക്കും അതുപോലെ സഭയെ നടത്തുന്ന മറ്റു മൂപ്പന്മാർക്കും. इसीलिए पत्रस एक पुरनियों के समान उस तरीके से कलीसिया के लिए और कलीसिया को जो चलाने वाले पुरनिया हैं उनके लिए ये पत्र को लिखते हैं. സ്തോത്രം. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പത്രോസ് രേഖപ്പെടുത്തുന്നുണ്ട്. इस पत्रिका में पत्रस बहुत सारी बातों को कहता है. തിയോളജിക്കൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ പീട്രൈൻ ലെറ്റർ ഈസ് സോ റിച്ച് വിത്ത് ക്രിസ്റ്റോളജി. ക്രിസ്തുശാസ്ത്രത്താൽ സമ്പന്നമാണ് പത്രോസിന്റെ ലേഖനങ്ങൾ. पत्रस की पत्रिकाएं मसीह के बारे में की जो ज्ञान है उससे परिपूर्ण है. Petrine epistles are very much deep with eschatological teachings. അന്ത്യകാല സംഭവങ്ങളുടെ വിവരണങ്ങളാൽ പത്രോസിന്റെ ലേഖനങ്ങൾ സമ്പന്നമാണ്. पत्रस की पत्रिकाएं अंतिम दिनों में जो होने वाली बातें हैं उन बातों के बारे में गहराई से बताया है. Peter very clearly speaks about the ecclesiology. സഭാശാസ്ത്രത്തെയും പത്രോസ് വളരെ ആഴത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. पत्रस कलीसिया के बारे में भी जो बातें हैं वो बहुत गहराई से सिखाता है. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പത്രോസ് പ്രതിപാദിക്കുന്നു. वैसे बहुत सारे विषयों के बारे में बहुत गहराई से पत्रस अपने पत्रिकाओं के द्वारा बताए हैं. നമ്മുടെ വൈകുന്നേരത്തെ ക്ലാസ്സുകളിൽ കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ച ഞാനൊരു ഹോംവർക്ക് പറഞ്ഞിരുന്നു. ചിലരൊക്കെ ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു. हमारे शाम के जो मीटिंग्स हैं उसमें पिछले से पहला हफ्ता मैंने कुछ घर में काम करने के गृह कार्य के लिए बताया था. പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് യേശുവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, पत्रस की पत्रिका में पत्रस यीशु मसीह के बारे में जो कहता है उसके बारे में. എന്ന് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ എന്തെങ്കിലും ഇരുന്ന് തന്നാൽ നമുക്കതൊക്കെ പഠിക്കാം.
ऐसे अगर आप लोग कभी शामिल हो सकते हैं तो हम ये सारी बातों को सीख सकते हैं। ഒന്നും ഒരു മുറിയും സെഷൻ കിട്ടിയാൽ അത് തീരത്തില്ല. एक या 1.5 सेशन मिलने से वो खत्म नहीं होगा. മറ്റൊരെണ്ണം നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാം. വാട്ട് പീറ്റർ സ്പീക്സ് അബൌട്ട് ദ ചർച്ച് ഓർ ദ ബിലീവേഴ്സ്, വിശ്വാസികളെ അഥവാ സഭാംഗങ്ങളെ കുറിച്ച് പത്രോസ് എന്തൊക്കെയാണ് പ്രതിപാദിക്കുന്നതെന്ന്. एक और गृह कार्य मैं आप लोगों को देना चाहता हूँ. पत्रस अपने पत्रिकाओं में कलीसिया के बारे में क्या कहता है. ഒരു പക്ഷേ പൗലോസിന്റെ ലേഖനങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ക്രിസ്തുവിനെ കുറിച്ചും ദൈവസഭയെ അല്ലെങ്കിൽ നാം ആരാണെന്നതിനെ കുറിച്ചും പത്രോസ് അപ്പോസ്തലൻ എഴുതി തരുന്നുണ്ട്. पौलुस से कई ज्यादा पत्रस अपने पत्रिकाओं में हम कौन हैं, मसीह और उसके कलीसिया के बारे में बहुत सारी बातों को लिखा है. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നമുക്ക് പഠിക്കാൻ തന്നെ അനേക ആഴ്ചകൾ വേണ്ടിവരും. केवल ये 2 बातों को ही सीखने के लिए हमें बहुत सारे हफ्ते लग जाएंगे. സ്തോത്രം. പിന്നെ ക്രിസ്തുവിലൂടെ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളുടെ പട്ടിക വേറെയുണ്ട്. इसके अलावा मसीह में हमें परमेश्वर से जो आशीषें मिली हैं उसके बारे में एक लंबा लिस्ट है. അതുകൊണ്ട് ഇന്ന് നമ്മൾ 1-ാം അധ്യായം വായിച്ചെങ്കിലും അതിൻ്റെ ഒരു ചെറിയ ബിന്ദു മാത്രമേ നമുക്കിന്ന് തൊടാൻ പറ്റൂ. इसीलिए हमने पहला अध्याय तो पढ़ लिया, लेकिन उसमें से केवल एक बिंदु मात्र ही हम कुछ सोच सकते हैं. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞാൻ ദൈവത്തോട് വളരെയധികം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് നിങ്ങളുമായി എന്താണ് പങ്കുവെക്കേണ്ടതെന്ന്. पिछले दिनों में मैं परमेश्वर से बहुत आग्रह करता रहा और प्रार्थना करता रहा कि आज आप लोगों से परमेश्वर क्या बात करना चाहता है. ഇന്നലെ വൈകുന്നേരം ഒത്തിരി ഞാൻ അതിനു വേണ്ടി കർത്താവിനോട് യാചിച്ചു. कल शाम के समय भी बहुत देर मैं परमेश्वर के सम्मुख बैठा रहा. കർത്താവ് ഒന്നും മിണ്ടിയില്ല. परमेश्वर ने कुछ भी बात नहीं किया. ഭയങ്കര വിഷമം എനിക്ക് തോന്നി. बहुत दर्द हुआ मुझे. ഞാൻ ഹൃദയവേദനയോടെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ശൗലിനോട് ചെയ്തതുപോലെ എന്നോട് ചെയ്യല്ലേ എന്ന്. बहुत दिल के दर्द के साथ मैंने परमेश्वर से कहा, हे प्रभु, शाऊल से जो आपने किया वो मेरे साथ कभी मत करना. എന്താണെന്ന് ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞതാ, ഓർമ്മ കാണുമായിരിക്കും. Yeah. One more thing is there. Right. എന്നെ വളരെ വേദനിപ്പിക്കുന്ന ബൈബിളിലെ കുറെ സംഭവങ്ങളിൽ ഒരെണ്ണമാണ് ആ പ്രത്യേക സംഭവം. मुझे बाइबल में बहुत सारी बातें जो बहुत दर्द देता है, उसमें से एक बात वो है. സ്തോത്രം. ഈ ശൗലിനോട് ദൈവം ഒരു തരത്തിലും ഇടപെടാതെയായി. परमेश्वर शाऊल से किसी भी तरह से बात करना छोड़ दिया. ഊരീം തുമ്മീം സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, പ്രവാചകന്മാർ, ഇതിലൂടെ ഒന്നിലൂടെയും ശൗലിനോട് ദൈവം ഇടപെടാതെയായി. परमेश्वर शाऊल से उरीम तुमीम, स्वप्न, दर्शन या भविष्यवक्ताओं के द्वारा किसी भी तरह से बात करना छोड़ दिया. He was running from pillar to the post, but in vain. താൻ ഒത്തിരി നെട്ടോട്ടമോടി ദൈവം എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാൽ ദൈവം മിണ്ടിയില്ല. शाऊल बहुत भागदौड़ किया, हर प्रयत्न किया कि परमेश्वर मुझसे कुछ तो बात करे, लेकिन परमेश्वर बिल्कुल शांत रहा. ഒടുവിൽ ഒന്നും കിട്ടാതെ വന്നപ്പോഴാ എന്നാൽ എന്തെങ്കിലും ആരിലെങ്കിലും നിന്ന് കേൾക്കാമെന്നും പറഞ്ഞ് വെളിച്ചപ്പാടത്തി അടുക്കലേക്ക് അവൻ പോയത്. इसीलिए अंत में कहीं से कुछ भी नहीं प्राप्त हुआ परमेश्वर से, तब आखिरी में वो उस भावी कहने वाली स्त्री के पास पहुंचा. ഞാൻ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ എന്നെ തല്ലിക്കൊന്നു, പക്ഷേ എന്നോട് മിണ്ടാതിരിക്കരുത്. मैंने परमेश्वर से यूं कहा, प्रभु जी आप मुझे मार लीजिए, मार ही डाल दीजिए, तो भी मुझसे बात करना छोड़ मत दे. സ്തോത്രം. ഞാൻ രാത്രിയിൽ 12 മണിക്കടുത്താണ് ട്രെയിൻ വന്ന് ഞാൻ കയറിയത്. करीब 12 बजे के आसपास रात को मेरा गाड़ी आया.
പക്ഷേ രാത്രിയിൽ ഞാൻ കിടന്നെങ്കിലും എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. रात को मैं लेटा तो भी मैं शांत से सो नहीं पाया. 1.5 മണിക്കൂറോളം കഷ്ടിച്ചുറങ്ങി കാണും. करीब 1.5 घंटा ही सोया होगा. ഞാൻ അസ്വസ്ഥനായിരുന്നു. मैं बहुत विचलित था മറ്റൊന്നും കൊണ്ടല്ല, ഈ ഒരൊറ്റ കാരണത്താൽ. और किसी बात से नहीं, केवल ये एक ही बात से. എനിക്ക് ദൈവശബ്ദം കേൾക്കണമായിരുന്നു. मुझे परमेश्वर की आवाज सुनना था. എനിക്ക് ദൈവത്തിന്റെ ഹൃദയം അറിയണമായിരുന്നു. मैं परमेश्वर के दिल को जानना चाहता था. സ്തോത്രം. ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ വന്ന ശേഷവും വളരെ പ്രയാസപ്പെട്ടു. मैं सुबह घर पहुंचने के बाद भी बहुत यत्न किया. സ്തോത്രം. ഒടുവിൽ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവിനോട് ഇന്ന് സംസാരിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇന്ന് പ്രസംഗിക്കത്തില്ലെന്ന്. फिर आखिरी में मैंने इस तरह से अपने मन में सोच लिया, अगर परमेश्वर मुझसे बात नहीं करता है तो आज मैं प्रचार नहीं करूंगा. സഭായോഗത്തിന് വരും, എന്നോട് ഇന്ന് ദൈവം ഒന്നും സംസാരിച്ചില്ലെന്നും പറഞ്ഞ് മാറിയിരിക്കും. ആരോടെങ്കിലും ദൈവം സംസാരിച്ചെങ്കിൽ നിങ്ങൾ സംസാരിച്ചു എന്നും പറഞ്ഞ് മാറിയിരിക്കുമെന്ന് ഞാൻ ഉള്ളിൽ തീരുമാനിച്ചു. मैंने अपने मन में इस तरह से निश्चय किया कि कलीसिया में मैं आऊंगा और मैं ये कहूंगा कि आज परमेश्वर ने मुझसे कुछ भी बात नहीं किया है, और मैं एक साइड में बैठ जाऊंगा. अगर किसी से परमेश्वर ने कुछ भी बात किया है तो वो अपनी बातों को बांट सकते हैं. പ്ലീസ് ഓർക്കണം, പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. ये बात को याद रखना कि प्रचार करना नहीं आता इसीलिए नहीं, പ്രസംഗങ്ങൾ ഓർമ്മയില്ലാഞ്ഞിട്ടല്ല. प्रचार मेरे मन में नहीं इसीलिए भी नहीं, ഏതെങ്കിലും ഒരു ഭാഗമെടുത്ത് വ്യാഖ്യാനിക്കാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടുമല്ല. कोई भी एक भाग को लेकर उसको बताना मुझे नहीं समझता हो इसीलिए नहीं. പകരം ഞാൻ ആഗ്രഹിച്ചു വ്യക്തമായി ദൈവം സംസാരിക്കണം, അത് നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന്. लेकिन मैं ये चाहता था कि बिल्कुल स्पष्ट रीति से परमेश्वर मुझसे बात करे और केवल उसी बात को मैं आपसे बांटूं. ഏതാണ്ട് 8 മണിക്കടുത്ത് ദൈവാത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങി. तकरीबन 8 बजे के आसपास परमेश्वर की आत्मा मुझसे बात करने लगा. ഞാൻ വന്നിട്ട് ജസ്റ്റ് തുണി മാറി അവിടെ തന്നെ ഇരുന്നു. ബ്രഷ് പോലും ഞാൻ ചെയ്തില്ല. मैं आज सुबह घर पहुंचकर अपने कपड़े बदल के वहीं बैठा रहा, ब्रश भी नहीं किया था. പക്ഷേ ദൈവാത്മാവിനോട് സംസാരിപ്പാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഹൃദയത്തിന് ആനന്ദമായി. लेकिन जब परमेश्वर की आत्मा मुझसे बात करना शुरू किया तब मुझे सुकून हुआ. അത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. मैं वही बात को आपके साथ बांटना चाहता हूँ. വലിയ എന്തുവാ കോംപ്ലക്സിറ്റി ഉള്ള കാര്യമൊന്നുമല്ല, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ ഹെഡിങ് ഇത്രയേ ഉള്ളൂ, വി ഹാവ് എ ഗോഡ്. वो बहुत ऐसे समझने में कठिन कोई बात नहीं है, और वो लेकिन उसमें बहुत गहराई की बात है. और उसका हेडिंग हम इस तरह से कह सकते हैं कि हमारे पास हमारा एक परमेश्वर है. നമുക്ക് ഒരു ദൈവമുണ്ട്. हमें एक परमेश्वर है. നമുക്ക് ഒരു ദൈവമുണ്ട്. हमें परमेश्वर है. മനസ്സിലാവുന്നുണ്ടോ? क्या आप समझ സ്തോത്രം. सकते हैं? ഉണ്ടോ? ഉണ്ടോ? കം ഓൺ. സ്തോത്രം. നമുക്കൊരു ദൈവം ഉണ്ട്. हमें एक परमेश्वर है. അതെൻ്റെ മനസ്സിൽ വന്നതിന് ശേഷം ഞാൻ ജസ്റ്റ് തപ്പിയപ്പോൾ എനിക്ക് ഒരു വാക്യം കിട്ടി. അതാണ് ഈ അധ്യായം ഇന്ന് വായിക്കാൻ കാരണം. उस बात जब मेरे मन में आया, मैं ऐसे ही बाइबल में ढूंढ रहा था तो इस अध्याय मेरे मन में आया. ആദ്യമായിട്ട് ഞാൻ വായിച്ച ഒരു വേർഷൻ ഇംഗ്ലീഷ് ബൈബിൾ. सबसे पहले जो इंग्लिश वर्जन मैंने पढ़ा, या पहली बार मैंने जो पढ़ा है ये वर्ഷൻ, पहली बार ये वर्जन पढ़े हैं. MSG നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും. MSG എന്നൊരു വേർഷൻ ഉണ്ട്. MSG करके कोई वर्जन है. ദ മെസ്സേജ് ബൈബിൾ എന്നാണ് അതിൻ്റെ അർത്ഥം. उसे मैसेज बाइबल कहते हैं. ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ വായിച്ചിട്ടില്ല. इसके बारे में मैं पहले सुना हूँ लेकिन पढ़ा नहीं था. ഒരു സോഫ്റ്റ് കോപ്പി ഞാൻ ഇന്ന് വായിച്ചു. आज मैंने एक सॉफ्ट कॉपी पढ़ा. എനിക്ക് കിട്ടിയതാ വാക്യമാണ്. वही वचन मुझे मिला था. ആ MSG വേർഷനിൽ നമ്മൾ ഇന്ന് വായിച്ചതിന്റെ മൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. MSG वर्जन में हमने जो वचन पढ़े थे उसका तीसरा वचन इस तरह लिखा है. നമ്മുടെ ബൈബിളിൽ നിങ്ങളൊന്ന് വായിച്ചു എന്നിട്ട് ഞാനിത് വായിക്കാം. आप अपनी बाइबल से इस वचन को पढ़िए, तीसरा वचन. हाँ,
मैंने बोला बाइबल पढ़ते हैं तो थोड़ा रुक रुक करके पढ़ना, ठीक है, दौड़ के मत जाना। हाँ, बड़ी स्पष्ट तरीके से रुक रुक करके, ओके। हाँ, മലയാളം കൂടെ വായിച്ചോ. തൽക്കാലം അത്ര മതി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. हमारे प्रभु यीशु मसीह के परमेश्वर पिता को धन्यवाद. MSG നിങ്ങൾക്ക് കിട്ടിയ എന്താ വായിച്ചു? സ്തോത്രം. വാട്ട് എ ഗാഡ് വി ഹാവ്. हमारा परमेश्वर कितना अति महान है. നമ്മൾ പാട്ട് പാടാറുണ്ട്, വാട്ട് എ മൈറ്റി ഗാഡ് വി സെർവ് എന്നും, പിന്നെ അതിനോട് കൂടെ ചേർത്ത് വേണമെങ്കിൽ വി ഹാവ് എന്നൊക്കെ പാടാറുണ്ട്. എന്നാൽ പൊതുവെ വി സെർവ് എന്നുള്ളതാ പാടുന്നത്. സ്തോത്രം. हम ये गीत को गाते हैं कि कितना शक्तिशाली महान परमेश्वर को हम सेवा करते हैं. हिंदी भी है ना उसको, इतना. हाँ, स्तोत्रम. What a mighty God, what a God we have. हमारा कितना अति महान परमेश्वर है. And how fortunate we are to have him. और हम उसे पाने के लिए हम कितने भाग्यशाली हैं. സ്തോത്രം. ഇത് എൻ്റെ മനസ്സിനെ, എൻ്റെ കണ്ണ് ഇവിടെ ഉടക്കി. मेरे आंख यहीं पे ठहर गए. What a God we have. हमें कितना अति महान एक परमेश्वर है. സ്തോത്രം. നമുക്ക് ഒരു ദൈവമുണ്ട്. हमें एक परमेश्वर है. നമുക്കുള്ള ദൈവം എത്ര മഹാനാണ്. हमें जो परमेश्वर है वो कितना महान है. ഇതിനോട് ചേർത്തൊരു ചോദ്യം. इसके साथ मैं एक सवाल पूछना चाहता हूँ. Are we blessed? നാം ഭാഗ്യശാലികളാണോ? क्या हम धन्य हैं या क्या हम भाग्यशाली हैं? Come on. സ്തോത്രം. What is our utmost blessedness? എന്താണ് നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം? हमारा परम धन्य अवस्था क्या है? This same is the utmost blessed state of you and me. हमारा परम धन्य हालात या अवस्था जो है वो यही है. നമുക്കൊരു ദൈവമുണ്ട്. हमें एक परमेश्वर है. ആ ദൈവം ആരാണ്? वो परमेश्वर कौन है? സാക്ഷാൽ ദൈവമായിരിക്കുന്നവനാണ്. वो सचमुच परमेश्वर है. ഈ ലോകത്തിലുള്ളവർക്ക് ദൈവങ്ങളുണ്ട്. ये दुनिया में जो है उन सबको देवताएं हैं, പക്ഷേ അവരാരും ദൈവങ്ങളല്ല. लेकिन वो कोई भी खरा देवता नहीं है. ഈ ലോകത്തിലുള്ളവർക്ക് ദൈവങ്ങളുണ്ട്. ये दुनिया में जो है उनको देवताएं हैं, അവർക്കുള്ളവയൊന്നും തന്നെ സ്രഷ്ടാവായ ദൈവമല്ല. लेकिन उनके पास जो देवताएं हैं वो कोई भी सृष्टिकर्ता परमेश्वर नहीं है. തുടക്കത്തിലെ പ്രാർത്ഥനാ സമയത്ത് ഞാൻ ഓർപ്പിച്ചല്ലോ, അവയൊന്നും ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവകളല്ല. जैसे मैंने पहले ही शुरुआत में प्रार्थना के समय आपको याद दिलाया, वो कोई भी ऐसे नहीं जिसने आकाश और पृथ्वी का सृष्टि किया. എന്നാൽ നമ്മുടെ ദൈവമോ സാക്ഷാൽ ദൈവമായവനാണ്. लेकिन हमारा परमेश्वर सचमुच वास्तविक रूप से परमेश्वर है. അവൻ മാത്രമാണ് സത്യദൈവം. केवल वही सच्चा परमेश्वर है. ഹല്ലേലൂയ. അവൻ ആകാശവും ഭൂമിയും നിർമ്മിച്ചവനാണ്. उसने आकाश और पृथ्वी को रचा है. അവൻ ആകാശവും ഭൂമിയും നിർമ്മിച്ചവനാകൊണ്ട് ഈ പ്രപഞ്ചത്തിനും അവൻ അതീതനാണ്. He is beyond the creation. उसने आकाश और पृथ्वी का निर्माण किया, इसीलिए ही वो इन सभी से भी बड़ा है. And the universe therefore cannot contain him because he is the creator. और वो सृष्टिकर्ता होने के कारण ही ये संसार उसे समा न सका. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? क्या आप समझ रहे നമുക്ക് हैं? ഒരു ദൈവമുണ്ട്. हमें एक परमेश्वर है. നമ്മൾ സ്വന്തമായിട്ട് പറയണം, എനിക്കൊരു ദൈവമുണ്ട്. हम अपने व्यक्तिगत रूप से कहें, मुझे एक परमेश्वर है. അതുകൊണ്ട് ഞാൻ ദൈവമില്ലാത്തവനല്ല. इसीलिए ही मैं परमेश्वर रहित नहीं हूँ. പക്ഷെ ഓർക്കുക, നാം ഒരിക്കൽ എങ്ങനെയായിരുന്നെന്ന്.
लेकिन इस बात को याद रखें कि एक समय पे हम कैसे थे. പെട്ടെന്നൊന്ന് വായിച്ചോളൂ എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. Two 12 മോളെ. इफिशियंस दूसरे अध्याय का 12वां वचन. ജഗത് മേ തും ലോകത്തിൽ നിങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നു? जगत में तुम कैसे थे? ദൈവം ഇല്ലാത്തവരായിരുന്നു. ईश्वर रहित थे. മറ്റൊരു വാക്യവും കൂടെ. एक और वचन पढ़ लें. ഗലേഷ്യൻസ് 4:8. गलतियों 4 का 8वां वचन. अगला वचन भी पढ़िए. സ്തോത്രം. ഇനിയുമുണ്ട് 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിലൊക്കെ അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്. അങ്ങോട്ട് പോകുന്നില്ല, സമയം നമ്മുടെ ചുരുക്കമാണല്ലോ. സ്തോത്രം. ഈ ഭാഗങ്ങളിൽ പറയുന്നു, മുൻപ് നമ്മൾ ലോകത്തിൽ ദൈവം ഇല്ലാത്തവരായിരുന്നു. इन भागों में यूं कहते हैं कि पहले हम इस जगत में ईश्वर रहित थे. പിന്നെ ദൈവങ്ങൾക്ക് നമ്മൾ അടിമകളായിരുന്നു. എങ്ങനെയുള്ള ദൈവങ്ങൾക്ക്? ദൈവമല്ലാത്ത ദൈവങ്ങൾക്ക് നാം അടിമകളായിരുന്നു. और इससे पहले हम स्वभाव से जो परमेश्वर नहीं है ऐसे ईश्वरों को हम दास थे. എന്നാൽ ഈ 2 അവസ്ഥകളിൽ നിന്നും നാം വിമോചിതരായി നമ്മെ വിടുവിച്ച ദൈവത്തിന് സ്തോത്രം. लेकिन ये दोनों हालातों से हमें छुटकारा दिया हुआ परमेश्वर की धन्यवाद हो. അതിനൊക്കെ വേണ്ടി വാതുറന്ന് സ്തോത്രം ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്തോത്രം. മനസ്സിലായോ? സ്തോത്രം. ദൈവമല്ലാത്ത ദൈവങ്ങളുടെ അടിമത്വത്തിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കിയ സാക്ഷാൽ ദൈവത്തിന് സ്തോത്രം. परमेश्वर जो नहीं है ऐसे परमेश्वरों के दासत्व में से जिस परमेश्वर ने हमें छुड़ाया उस सच्चा परमेश्वर की धन्यवाद हो जाए. ലോകത്തിൽ ദൈവം ഇല്ലാത്തവരായിരുന്ന അവസ്ഥയിൽ നിന്നും നമ്മെ ദത്തെടുത്ത് നമുക്ക് ദൈവമായിരിക്കുന്ന സാക്ഷാൽ ദൈവത്തിനായിട്ട് സ്തോത്രം. इस संसार में, इस जगत में जब हम ईश्वर रहित थे, उस हालातों में से, उस अवस्था में से लेपालक की आत्मा के द्वारा हमें अपने पुत्र बना दिया. उस परमेश्वर को धन्यवाद. ഹല്ലേലൂയ. ഇന്ന് നാം എങ്ങനെയുള്ളവരാണ്? आज हम कैसे हैं? ദൈവമില്ലാത്തവരാണോ? അല്ല, നാം ഇന്ന് ലോകത്തിൽ ദൈവം ഉള്ളവരാണ്. आज हम जगत में ऐसे लोग हैं जिसके ईश्वर है. 2, നാം ഇന്ന് നമുക്കിന്ന് ദൈവം ഉണ്ട്, പക്ഷെങ്കിൽ ആ ദൈവം എങ്ങനെയുള്ള ദൈവം അല്ല. आज हमें ईश्वर है लेकिन हमारा ईश्वर कैसा ईश्वर नहीं है. ഫേക്ക് ഗോഡ്സ്, വ്യാജ ദൈവങ്ങളല്ല. वो झूठे परमेश्वर नहीं है. സ്തോത്രം. നമ്മുടെ ദൈവം സാക്ഷാൽ ദൈവമാണ്. हमारा परमेश्वर सच्चा परमेश्वर है. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, Psalms 33:12 യഹോവ ദൈവമായിരിക്കുന്ന, ബാക്കി നിങ്ങൾ പറ, ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. इसीलिए भजन संहिता 33 के 12 वचन में यूं लिखा है कि जो परमेश्वर जिसका निज भाग है और जिसे परमेश्वर ने चुन लिया है ऐसे लोग धन्य हैं. സ്തോത്രം. യഹോവ ദൈവമായിരിക്കുന്ന ജാതി, वो जाति जिसका परमेश्वर यहोवा है. സ്തോത്രം. യഹോവ ദൈവമായിരിക്കുന്ന ജാതി എന്ന് പറയുമ്പോൾ സ്തോത്രം, യഹോവ
സത്യദൈവം ദൈവമല്ലാതെ ദൈവങ്ങളായിരിക്കുന്ന ഒത്തിരി ജാതികളുണ്ട്. जब यहोवा परमेश्वर जिस जाति का परमेश्वर है, यूं कहने से इसका मतलब यह हुआ कि यहोवा परमेश्वर के अलावा ऐसे झूठे परमेश्वर जिनके ईश्वर हैं, ऐसे जातियां भी बहुत हैं. എന്നാൽ യഹോവ സത്യദൈവം നമ്മുടെ ദൈവമായിരിക്കാൽ സ്തോത്രം. लेकिन सच्चा परमेश्वर हमारा ईश्वर है, इसीलिए उसकी धन्यवाद हो जाए. ഹല്ലേലൂയ. Hallelujah. ആകയാൽ ഇന്ന് ദൈവസഭയോടുള്ള ദൈവത്തിന്റെ സന്ദേശമാണ് വളരെ കൃത്യതയോടെ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നു. We have a God and he is the real God. और इसीलिए परमेश्वर की कलीसिया से जो बात मैं आपसे कहना चाहता हूं यह है कि हमारे पास एक ईश्वर है और हमारा परमेश्वर सच्चा परमेश्वर है. ഹല്ലേലൂയ. സ്തോത്രം. Hallelujah. മുമ്പേ എനിക്കൊന്നു അലക്സ് ബ്രദറാണ് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ഒത്തിരി കർത്താവിൻ്റെ ദാസന്മാരെയും ഒക്കെ അന്യായമായി ജയിലിലടച്ചിട്ടുണ്ട്. जब भाई एलेक्स प्रार्थना कर रहे थे तब शायद उन्होंने ही कहा कि बहुत सारे परमेश्वर के दासों को अन्याय रीति से जेलों में बंदीगृह में डाला है. ഇന്നലെ ബെന്നി ബ്രദർ എന്നോട് പറഞ്ഞു, നമ്മുടെ ബെന്നി ബ്രദറും ആരനും നമ്മുടെ മോൾ ജാനിസും ഒക്കെ സ്പോൺസർ ലെറ്റർ വാങ്ങിച്ച ആ മിഷൻ ഹോസ്പിറ്റലിനെതിരായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. कल बेनी ब्रदर ने कहा कि जैनिस और एरन जिस हॉस्पिटल से, जो मिशन हॉस्पिटल से जो लेटर लिए थे, उस हॉस्पिटल के खिलाफ भी केस चल रहा है. സുപ്രീം കോടതി ഇപ്പോൾ അറസ്റ്റ് വിലക്കിയിരിക്കുന്നത് കൊണ്ട് മാത്രം അറസ്റ്റ് ചെയ്തില്ല എന്നേ ഉള്ളൂ. सुप्रीम कोर्ट ने अभी अरेस्ट करने से रोक डाला है, इसीलिए अरेस्ट नहीं किया है. ഹൃദയം നമ്മുടേത് തകരുന്നു. हमारा दिल टूटे जाता है. അന്യായമായി അനേകം ദൈവദാസന്മാർക്കെതിരെ, ദൈവമക്കൾക്കെതിരെ, സഭകൾക്കെതിരെ, ക്രൈസ്തവ സംഘടനകൾക്കെതിരെ കേസുകൾ പെരുകുന്നു. अन्याय रीति से परमेश्वर के कलीसिया के खिलाफ, परमेश्वर के बच्चों के खिलाफ, परमेश्वर के सेवकों के खिलाफ बहुत सारे केस बढ़ते जा रहा है. അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം, ഈ ലോകത്തിൽ എനിക്കും നിങ്ങൾക്കും ന്യായം കിട്ടില്ല, പക്ഷേ അന്യായത്തിന്റെ ഇരകളായി ശിക്കാറായി ഞാൻ നിങ്ങളും തീരുമ്പോഴും നമുക്കൊരു ദൈവമുണ്ട്, അവൻ നീതിമാനായ ദൈവമാണ്. और इस विषय के लिए जब मैं प्रार्थना कर रहा था तब मेरे मन में इस बात आया कि इस संसार में जब हम हैं तभी हमें न्याय नहीं मिलेगा, हम अन्याय के शिकार बन जाएंगे. लेकिन इस बात को याद रखें कि न्याय से कार्य करने वाला एक परमेश्वर हमारे लिए जीवित है. He is just as well as he is our justice. അവൻ നീതിമാനുമാണ്, അവൻ നമ്മുടെ നീതിയുമാണ്. वो धर्मी है और वही हमारा धर्म भी है. 4-ാം സങ്കീർത്തനത്തിന്റെ തുടക്കം ഞാൻ പലപ്പോഴും പ്രാർത്ഥനയിൽ ഉരുവിടാറുണ്ട്. चौथे भजन संगीता की शुरुआत को मैं कई बार अपने प्रार्थनाओं में बोलता हूँ. എന്താ വായിക്കുന്നത് അവിടെ? वहां क्या लिखा है? മതി. എന്റെ നീതിയായ ദൈവമേ. हे मेरे धर्ममय परमेश्वर. പ്രൈസ് ഗാഡ്. ഇംഗ്ലീഷിൽ എങ്ങനെ കൊടുത്തിരിക്കുന്നത്? ഓ ഗോഡ് ഓഫ് മൈ റൈച്ചസ്നെസ്. എന്റെ നീതിയായ ദൈവമേ. हे मेरे धर्ममय परमेश्वर. हिंदी में धर्ममय परमेश्वर नहीं है, सच में अनुवाद ऐसे होना चाहिए, मेरा ധാർമ്മികതാ പരമേശ്വർ. എന്റെ നീതിയായ ദൈവം, നീതിമാനായ ദൈവമല്ല, എന്റെ നീതിയായ ദൈവം. हिंदी में इस तरह से होना चाहिए कि हे मेरे धार्मिकता के परमेश्वर. പ്രൈസ് ഗാഡ്. അതെ, ഈ ലോകത്തിൽ എനിക്കും നിങ്ങൾക്കും ന്യായം നിഷേധിക്കപ്പെടുമ്പോൾ അത് വീട്ടിലാകാം, അത് സ്കൂളിലാകാം, കോളേജിലാകാം, ക്യാമ്പസിലാകാം, ഹോസ്റ്റലിലാകാം, ഓഫീസിലാകാം, എവിടെയുമാകാം. പക്ഷേ എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവിക്കുന്ന നീതിമാനായ ഒരു ദൈവമുണ്ട് കേട്ടോ. इस बात को याद रखें कि हम हमारे कार्यस्थल में, व्यक्तिगत रूप में, हॉस्टल में, कॉलेज में, कहीं भी होने से भी हमें अन्याय के शिकार हो सकते हैं, लेकिन इस बात को ध्यान में रखें कि हमारी धार्मिकता का एक परमेश्वर हमारा परमेश्वर है. हालेलुया. स्तोत्रम. Because we have a God, he is our security. നമുക്കൊരു ദൈവമുള്ളത് കൊണ്ട് അവനാണ് നമ്മുടെ സുരക്ഷ. हमारे पास हमारा जो परमेश्वर है
वही हमारी सुरक्षा है। He is our protection. അവനാണ് നമ്മെ സംരക്ഷിക്കുന്നത്. हमें संभालने वाला हमारा रक्षक परमेश्वर भी वही है। ഇപ്പോൾ പറഞ്ഞതുപോലെ he is our justice, he is our righteousness. अभी जैसे कहा वही हमारी धार्मिकता भी है। He is our peace. ഈ ലോകത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥകളിൽ അവൻ നമ്മുടെ സമാധാനമാണ്. वही हमारा शांति है। इस संसार में अशांत समयों में वही हमारा शांति है। Hallelujah. We are finite beings, but our God is the infinite one. സ്തോത്രം. നാം പരിമിതരാണ്, എന്നാൽ നമ്മുടെ ദൈവം അനന്തനായി അപരിമിതനായി നമ്മെ നടത്തുന്നു. हमारे जीवन में हमें सीमाएं हैं, लेकिन हमारा परमेश्वर असीम परमेश्वर है। ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഇതിലൊക്കെ സന്തോഷമുണ്ടോ? സ്തോത്രം. സത്യത്തിൽ പലരുടെ ഇരിപ്പ് കണ്ടിട്ട് അതിലൊന്നും വലിയ കാര്യമില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. Praise God. We have uncertainties, but our God holds our future. നമുക്ക് അനിശ്ചിതത്വങ്ങളുണ്ട്, എന്നാൽ നമ്മുടെ ഭാവിയെ തന്റെ ബലിഷ്ഠമായ കരങ്ങളിൽ വെച്ചിരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. हमारे बहुत सारी बातों में हम अनिश्चित रहते हैं, लेकिन हमारे भविष्य को निश्चित रूप से संभाल कर थामे हुआ परमेश्वर हमारा परमेश्वर है। നാളെ എന്തെന്ന് നമുക്കറിഞ്ഞുകൂടാ. कल हमारे साथ क्या होगा करके हम नहीं जानते हैं। But our God, നമ്മുടെ ദൈവം, he is the omniscient one, സർവജ്ഞനായ ദൈവമാണവൻ. लेकिन हमारा परमेश्वर सर्वज्ञानी परमेश्वर है। എനിക്ക് നാളെയെ കുറിച്ചുള്ള സെലക്ഷൻസ്, ചോയ്സസ്, തെരഞ്ഞെടുപ്പുകൾ നടത്താൻ കഴിയാതെ വരും. कल के बारे में मैं किन बातों को चुनना है करके मैं नहीं जानती हूँ। നിങ്ങളുടെ പഠനത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. आपके पढ़ाई के बारे में आप नहीं जानते ഏത് हैं। കോഴ്സ് എടുക്കണം, ഏത് കോളേജ്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ, എവിടെയെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. आप कौन से कोर्स लेना है, कौन से कॉलेज में, कौन सा इंस्टीट्यूट, ये कोई भी बातें आप नहीं जानते हैं। But your God is an omniscient one. He knows what and where and when it is very apt for you. लेकिन आपका परमेश्वर सर्वज्ञानी परमेश्वर होने की वजह से वो जानता है कि कहां, कब, कैसे आपके लिए बिल्कुल अच्छा है। നമ്മുടെ കൂട്ടത്തിൽ വിവാഹപ്രായമായ നമ്മുടെ കുഞ്ഞുങ്ങൾ, യുവാക്കളുണ്ട്. हमारे बीच में शादी के उम्र के बच्चे जवान बहुत हैं। നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ആരാണ് നിങ്ങൾക്ക് ബെസ്റ്റ് പാർട്ട്ണർ എന്ന്. आप ये नहीं जानते कि आपके लिए जो सबसे सर्वोत्तम कौन होगा। എന്നാൽ നമ്മുടെ ദൈവം സർവജ്ഞനായതുകൊണ്ട് അവൻ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് തിരഞ്ഞെടുത്ത് നൽകും. लेकिन हमारा परमेश्वर सर्वज्ञानी परमेश्वर और सर्वोत्तम होने से वो सबसे अच्छा और उत्तम आपके लिए चुन लेगा। അതെ, we have a God. वही हमारे पास एक परमेश्वर है। What a God we have. हमारे पास क्या ही अति मनोहर परमेश्वर है। How fortunate we are to have him. हम कितने ही भाग्यवान हैं या धन्य हैं कि हमें हमारा परमेश्वर है। നമുക്ക് കർത്താവിനോടൊന്ന് പറയാമോ വ്യക്തിപരമായിട്ട്, കർത്താവേ അങ്ങന്റെ ദൈവമാകയാൽ ഞാൻ ഭാഗ്യവാൻ. क्या हम व्यक्तिगत रूप से हम परमेश्वर से कहें, हे प्रभु आप मेरे परमेश्वर हो, इसीलिए मैं भाग्यवान हूँ। സ്തോത്രം. നമ്മുടെ പഠിത്തമോ നമ്മുടെ പണമോ നമ്മുടെ സ്വാധീനമോ അല്ല നമ്മെ ശ്രേഷ്ഠരാക്കുന്നത്, പകരം നമ്മെ അവകാശപ്പെടുന്ന നമ്മുടെ സ്വന്തമായ ദൈവമാണ് കേട്ടോ. हमारा पढ़ाई, हमारा जो पदवी, ऐसा कुछ भी हमें श्रेष्ठ नहीं बनाता है। हम केवल उस वजह से धन्य है कि जिस परमेश्वर ने हमें अपना बना दिया। Hallelujah. What a God we have. हमारा परमेश्वर कितना महान है And how fortunate we are to have him. और हम कितने ही धन्य हैं कि वो हमारा परमेश्वर है। How blessed we are to have him. हम कितने भाग्यवान हैं कि वह हमारा परमेश्वर है। How blessed we are to be called his children. उसके बच्चे या संतान कहलाना वो हमारा कितना बड़ा भाग्य है। ആ ദൈവം വെറും ദൈവമല്ല, അവൻ നമ്മുടെ പിതാവായ ദൈവമാണ്. वो परमेश्वर केवल ईश्वर नहीं है, वो हमारा पिता परमेश्वर है। ഹല്ലേലൂയ. അവൻ നമ്മുടെ പിതാവാകയാൽ
childlike freedom, മക്കളെന്ന സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ആ ദൈവത്തിങ്കിലേക്ക് അടുത്തു ചെല്ലാം. वो परमेश्वर हमारा पिता होने के वजह से एक बालक के समान, संतान के समान हम उतने आराम से उसके पास जा सकते हैं. നമ്മൾ പാടാറുണ്ടല്ലോ, though you are a king and then as the deer panteth for, അതിനകത്ത് പാടുന്നുണ്ടല്ലോ, you are a king. സ്തോത്രം. യേശുവിനോട് പറയുകയാണ്, നീ രാജാവാണെങ്കിലും നീ ആരാ? എന്റെ ചേട്ടനാ, എന്റെ അച്ചാച്ചനാ, മൈ ബ്രദർ. हम इस तरह से गाते हैं कि तू राजा, हम यीशु से कहते हैं तू राजा होने के बावजूद भी आप मेरे ज्येष्ठ भाई हैं. അതുപോലെ നമുക്ക് ദൈവത്തോട് പറയാം, though you are God, you are my father. इस तरह से हम परमेश्वर से कहें आप परम परमेश्वर हैं, तभी भी आप मेरे पिता हैं. ഈ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നാം ഒരു പ്രശ്നത്തിന്റെ മുമ്പിലും തളരത്തില്ല കേട്ടോ. अगर इस बात को हम हमारे आत्मा में, हमारे मन में हम इसको वास्तविक रूप से एहसास है, तो हम किसी भी बात के सामने हम थक न जाएंगे. നമുക്ക് ഈ ദൈവം പിതാവായിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഭയങ്ങൾ മാറട്ടെ. ये परमेश्वर हमारा पिता है, इसलिए हमारे सारे भय दूर हो जाए, ആശങ്കകൾ നീങ്ങട്ടെ. हमारे सारे शंकाएं दूर हो जाए. നാം ഇന്ന് പകലിൽ ധൈര്യമുള്ളവരായി, സന്തോഷമുള്ളവരായി, ഭാഗ്യവാന്മാരായി മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. हम अपने जीवन को इसीलिए समर्पण करें कि इस परमेश्वर हमारा ईश्वर होने के वजह से, हाँ, और पिता होने के वजह से हम हिम्मत के साथ, आशंका के बिना हम आगे बढ़े. Hallelujah. We Hallelujah. have a God. हमारा एक परमेश्वर है. What a God we have. हमारा परमेश्वर कितना अति महान है. How fortunate we are to have him. हम उसे परमेश्वर होकर प्राप्त करने के लिए कितने भाग्यवान हैं. How blessed we are to have this great God as our Father. इस महा परमेश्वर हमारा पिता है, इसीलिए हम कितने धन्य हैं. ഇതിന്റെ ബാക്കി ഭാഗം വേറെ എന്തെങ്കിലും നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. ഈ ചിന്തകൾ നമ്മെ ധൈര്യപ്പെടുത്തട്ടെ. ये बातें हमें हिम्मत दें, इसकी बाकी की बातें हम और कभी उस पे ध्यान करेंगे. എനിക്കൊരു ദൈവമുണ്ട്. मुझे एक परमेश्वर है. ആരാണവൻ? वो कौन है? സത്യദൈവമാണ്. वो सच्चा परमेश्वर है. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവനാണവൻ. हमारा प्रभु यीशु मसीह का पिता और परमेश्वर है. ആ ക്രിസ്തുവിലൂടെ ലഭ്യമായ ഭാഗ്യപദവിക്കായി നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. मसीह के द्वारा उस जो Hallelujah. भाग्य पदवी मिला, इसीलिए परमेश्वर की धन्यवाद करें. Hallelujah. Praise the Hallelujah. Lord. Praise God. God bless you all. परमेश्वर आशीषित करें. Amen. Praise God. Children, come on.